जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിക്ഷാമൃത എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഇതിൽ ശ്രീല പ്രഭുപാദിന്റെ ലെറ്റേഴ്സാണ് എഴുതുന്നത്. അപ്പോൾ ഓരോരോ ടോപ്പിക്സിനെ കുറിച്ച് പ്രഭുപാദ് ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പ്രസാദം എങ്ങനെ വിതരണം ചെയ്യണം അതിനെക്കുറിച്ച് പ്രഭുപാദ് കുറേ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ലെറ്ററിൽ ഗിരിരാജ് മഹാരാജ് പ്രഭുപാദിനോട് ചോദിച്ചേക്കുന്നത് നമുക്ക് പാവപ്പെട്ടവർക്ക് പ്രസാദം വിതരണം ചെയ്യണ്ടേ എന്നാണ് പ്രഭുപാദിനോട് ചോദിച്ചത്. അപ്പോൾ പ്രഭുപാദ് തന്നെ ആൻസർ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നത് കർമ്മകാണ്ഡ ആണ് എന്ന്. അതൊരു പുണ്യപ്രവൃത്തി മാത്രമാണ്. പക്ഷേ പ്രസാദ വിതരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡലാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രഭുപാദ് അതിൽ പറഞ്ഞു, നമ്മൾ എത്ര കുക്ക് ചെയ്തിട്ട് എത്ര ഇതുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യണം. വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പ്രഭുപാദ്. കാരണം ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും വേണം, പാവപ്പെട്ടവർക്കോ പണക്കാർക്കോ മാത്രമല്ല, എല്ലാവർക്കും അത് ആവശ്യമാണ്. പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രം കൊടുക്കും എന്ന് ചിന്തിക്കുന്നത് കർമ്മകാണ്ഡയാണ്, അത് ഭക്തിയല്ല എന്നുള്ള രീതിയിൽ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അതേ സന്ദർഭത്തിൽ തന്നെ വായിച്ച ബാക്ക് ടു ഗോഡഡ് മാഗസിനിൽ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ ഹരീശ്വരി പ്രഭു വൃന്ദാവനത്തിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. ഒക്ടോബർ 27, 1977 അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. പക്ഷെ മടങ്ങിയ സമയത്തും അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് ഈ ഇത്രയും മോശമായ ആരോഗ്യാവസ്ഥയിലും അദ്ദേഹം ഇനിയും കുറച്ച് വർഷം കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും ആ പ്രഭുപാദിന്റെ സംഭാഷണവും പ്രഭുപാദിന്റെ ആരോഗ്യരീതി നോക്കിയപ്പം അദ്ദേഹം ചിന്തിച്ച് എടുത്തപ്പോഴത്തേന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രഭുപാദ് അധികാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം എന്നിട്ട് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഓസ്ട്രേലിയയിലെ മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള ഭക്തന്മാരെ എല്ലാം ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ടേൺ വെച്ച് ഇവിടെ പോകണം. ടെമ്പിളിന്റെ പ്രവർത്തനങ്ങൾ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ടെമ്പിൾസിൽ നിന്നും പ്രഭുപാദിനെ കാണാനായിട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു. അപ്പം അതും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹരീശ്വരി പ്രഭു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാമേശ്വര മഹാരാജ്, അദ്ദേഹം BBT ഇൻചാർജാണ്, വേൾഡ് നോർത്ത് അമേരിക്ക അങ്ങനത്തുള്ള എല്ലാ ടെമ്പിൾസിന്റെയും ഇൻചാർജും കൂടെയാണ് അദ്ദേഹത്തിനും ലെറ്റർ അയച്ചു. അദ്ദേഹത്തിന്റെ കൺവെർസേഷൻ ഈ മഹാരാജ് ഹരീശ്വരി പ്രഭു എല്ലാം ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഡയറി കുറിപ്പുകളെല്ലാം രാമേശ്വര മഹാരാജിന് അയച്ചു കൊടുത്തു അവസാന കാലഘട്ടത്തിൽ. എന്നിട്ട് പറഞ്ഞു, പ്രഭുപാദിന്റെ ആരോഗ്യം വളരെ ഇതാണ്, അതുകൊണ്ട് അങ്ങനെ എന്ത് വേണോ ചെയ്യണം. അപ്പോൾ രാമേശ്വര മഹാരാജ് ഓരോരോ ടെമ്പിൾസിനെ വിളിച്ചിട്ട് അവിടുത്തെ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വൃന്ദാവനത്തിൽ, ഓരോ ടെമ്പിളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വൃന്ദാവനത്തിൽ എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പ്രഭുപാദിന് കീർത്തനം ചെയ്യാനും മസാജ് ചെയ്യാനും സേവ ചെയ്യാനുമായിട്ട് എത്തണം എന്നുള്ള രീതിയിൽ എഴുതി. അപ്പം അതിൽ നിന്ന് ഹരീശ്വരി പ്രഭുവും രാമേശ്വര മഹാരാജും തന്റെ പേഴ്സണൽ ബിഹേവിയർ കൊണ്ട് കാണിക്കുന്നത് പ്രഭുപാദ് എന്താണോ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പൂർണ്ണമായിട്ടത് സാംശീകരിച്ചെടുത്തു എന്നതാണ്. പ്രഭുപാദ് ഈ പ്രസാദം കാരുണ്യം എല്ലാവർക്കും ഈക്വലി കൊടുക്കണം എന്ന് ആണ് പറഞ്ഞത്. രാമേശ്വര മഹാരാജും ഹരീശ്വരി മഹാരാജും പ്രഭുവും സീനിയേഴ്സാണ്. അവർക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് അവർക്ക് കുറച്ചെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അവർക്ക് വൃന്ദാവനത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അതിന് പകരം അവര് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം, എല്ലാവർക്കും പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് എല്ലാവരെയും അതിന് ചെയ്ത് അവരവിടെ നിൽക്കുകയും ചെയ്തു. അപ്പം അത് പ്രഭുപാദിന്റെ ആ കാരുണ്യം എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആ ആഗ്രഹമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.